ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച മുതൽ 22-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം ഞാറ്റുവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ ചതുർത്ഥി മുതൽ ദശമി വരെ അത്തം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം കർക്കിടകൻ രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലും മീനൻ രാശിയിൽ ശനി രേവതി നക്ഷത്രത്തിൽ വക്രഗതിയിലും രാഹു കുംഭൻ രാശിയിൽ അവിട്ടം നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ മകം നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ തിരുവാതിര നക്ഷത്രത്തിലും ശുക്രൻ കന്യരാശിയിൽ അത്തം നക്ഷത്രത്തിലും ബുധൻ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ വീഡിയോയുടെ അവസാനം ചേർത്തിരിക്കുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസ്സമാധാനം ഉണ്ടാകും. സ്വതന്ത്രമായി പെരുമാറുവാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും പ്രകടമാകും. നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുവാൻ കഴിയും. വ്യക്തിബന്ധങ്ങളുടെ ആഴവും കരുത്തും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. രണ്ടാം ഭാവാധിപൻ ആയ ശുക്രൻ നീചരാശിയിൽ ആയതിനാൽ ധനവരവ് കുറയുകയോ ചെലവ് കൂടുകയോ ചെയ്യും. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആർജവം ഉണ്ടാകും. ഏതു സമ്മർദ്ദങ്ങളെയും അതിജീവിക്കും. വെള്ളി ശനി ദിവസങ്ങൾ പുതിയ സംരംഭങ്ങൾക്ക് ഉചിതമല്ല. ജാഗ്രതയും അനിവാര്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ നീചരാശിയിൽ തുടരുന്നതിനാൽ വാക്കിലും കർമ്മത്തിലും ജാഗ്രത വേണം. അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കണമെന്നില്ല. മൂന്നാം ഭാവത്തിലെ ചൊവ്വ ആത്മവിശ്വാസം വളർത്തും. സാഹസിക കർമ്മങ്ങളിൽ താല്പര്യം കൂടും. നാലാം ഭാവത്തിലെ ഗുരു ബുധ യോഗം അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണർവുണ്ടാകും. കലാരംഗത്ത് താല്പര്യം കൂടും. കൂട്ടുകെട്ടുകൾ ഗുണം ചെയ്യും. അനുമോദനവും ആദരവും നേടും. വ്യാപാര വിപണന രംഗം പരിഷ്കരിക്കപ്പെടും. ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് ഗുണം കുറയും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല എങ്കിലും കൈവിട്ട് പോകില്ല. കുറച്ചൊക്കെ നേരെ നടത്താനും കഴിയും. ആദർശം പറയാൻ എളുപ്പം ആണെങ്കിലും അത്ര പ്രായോഗികം ആയേക്കില്ല. ചില കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതായി വരും. ഗാർഹിക കാര്യങ്ങളിൽ താല്പര്യം കുറയും. അന്യദേശത്തുള്ളവർ ആഘോഷങ്ങൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ശുഷ്കാന്തി ഉണ്ടാകും. ബുധൻ വെള്ളി ദിവസങ്ങൾക്ക് മേന്മ കുറയും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം സന്തോഷഭരിതമാകും. ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. ക്രിയാശക്തിയും ആത്മശക്തിയും ഉണരുന്നതാണ്. വാക്കുകളിൽ കരുതൽ വേണം. തർക്കങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതാകും അഭികാമ്യം. ജോലി തേടുന്നവർക്ക് താൽക്കാലിക വരുമാനമാർഗം തുറന്നു കിട്ടും. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. ഗതകാല സ്മരണകളിൽ ആഹ്ലാദിക്കും. പ്രണയത്തിന് ശോഭ കുറയും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. വാരം ആദ്യ ദിവസങ്ങളിൽ ഒരു അലസത ബാധിച്ചേക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറിയത് ആശ്വാസകരമാണ്. പിരിമുറുക്കത്തിനും ക്ഷോഭത്തിനും അയവുണ്ടാകും. ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറ്റം സാധ്യമാകും. ഉന്നതരുടെ സഹായം ലഭിക്കുന്നതാണ്. വ്യാപാര വിപണന രംഗത്ത് വളർച്ചയുണ്ടാകും. ആലസ്യം വെടിഞ്ഞ് കർമ്മ നിരതരാകും. അന്യനാട്ടിലുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നാട്ടിലെത്തുവാൻ സാധിച്ചേക്കും. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ വിട്ടുവീഴ്ച വേണ്ടിവരും. പ്രണയികൾക്ക് അനുകൂല സമയമാണ്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വൈകാരികമായി പ്രതികരിക്കും. ആലോചന ശൂന്യത പ്രവൃത്തിയിൽ നിഴലിക്കും. 2 വ്യാഴവും ബുധനും ചൊവ്വായുണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങളെ പരിഹരിക്കും. മനസ്സിനെ സന്തുലിതമാക്കും. നല്ല വാക്കുകൾ പറയാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സമാധാനം പുലരും. വരുമാന മാർഗത്തിൽ ഉയർച്ചയുണ്ടാകും. 3 ആദിത്യനും കേതുവും ദുർഘട കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ നിർവഹിക്കാൻ കരുത്തു പകരും. 4 ശുക്രൻ ഗ്രഹാന്തരീക്ഷത്തെ ശാന്തമാക്കും. പുതിയ വാഹനം സ്വന്തമാക്കും. 9 രാഹു ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കും. 10 കണ്ടകശനി തൊഴിൽ മേഖലയിൽ സമാധാനക്കേട് സൃഷ്ടിച്ചേക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴവും രാശിയുടെ അധിപനായ ബുധനും യോഗം ചെയ്യുന്നതിനാൽ ഏകോപനം സുഗമമാകും. മാന്യമായും പണ്ഡിതോചിതമായും സംസാരിക്കും. കർമ്മരംഗത്ത് ശോഭിക്കും. കൈകൊണ്ട തീരുമാനങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഴിയും. നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും. വരവും ചെലവും സന്തുലിതമായിരിക്കും. വാഹനയോഗം ഉണ്ടാകും. ബന്ധുസമാഗമം സന്തോഷം പകരും. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷ ഉയരും. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ മുൻകൂട്ടി നൽകും. പ്രവൃത്തി കൂടുകയും വിശ്രമം കുറയുകയും ചെയ്യും. ഞായർ ചൊവ്വ ദിവസങ്ങൾക്ക് മേന്മ കുറയാം. ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ്. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതിനാൽ സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും. 2ാം ഭാവത്തിലെ കേതു ബുധ ആദിത്യ യോഗം സമ്മിശ്ര ഫലങ്ങൾ സമ്മാനിക്കും. തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ ശരിയായി മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയേക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ വേണ്ട സമയത്ത് മറന്നുപോകുന്നതായി തോന്നും. ആലോചന കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വ്യാപാര വിപണന രംഗത്ത് ധനാഗമം മോശമാകില്ല. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കുടുംബസംഗമം ഊർജം പകരും. വാരം ആദ്യ ദിവസങ്ങൾ കൂടുതൽ ആഹ്ലാദകരമായിരിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും. ആജ്ഞാശക്തി ഉയരുന്നതാണ്. 18-ാം തീയതി മുതൽ ജന്മനക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കും. ചൊവ്വ 12-ാം ഭാവത്തിൽ ആയതിനാൽ ഭൂമി സംബന്ധിച്ച കാര്യങ്ങളിൽ ചെലവ് കൂടും. ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സം നേരിടും. 2 കേതുവും 8 രാഹുവും ശാരീരിക മാനസിക ക്ലേശങ്ങൾ വരുത്തിയേക്കും. 9-ാം ഭാവത്തിലെ ശനി ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ ഇടയാക്കും. സ്ത്രീകളുടെ സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. പ്രണയികൾക്ക് സമയം അനുകൂലമാണ്. സ്വയം തൊഴിൽ മേഖലയിൽ നിന്നും വരുമാനം ഉയരും. വായ്പകളുടെ തിരിച്ചടവ് സുഗമമാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും. കാര്യങ്ങൾ പലപ്പോഴും സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞേക്കില്ല. എങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുവാനുള്ള പാടവം കൊണ്ട് ജീവിതം സുഗമമാക്കും. പ്രോജക്റ്റുകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുമതി നേടുവാനാകും. ബിസിനസ് രംഗത്ത് ധനപരമായ കാര്യങ്ങളിൽ ആശ്വാസം ഭവിക്കും.
കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. പ്രണയം പൂത്തുലയും, അതിലൂടെ ആശ്വാസം കണ്ടെത്തും. ഞായർ വ്യാഴം ദിവസങ്ങളിൽ സ്വൈര്യം കുറയാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദരിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. നല്ല വാക്കുകൾക്ക് ചെവി കൊടുക്കും. സാമൂഹ്യ സേവന രംഗത്ത് താൽപ്പര്യം പ്രകടമാകും. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് സമ്മർദ്ദം അനുഭവപ്പെടും. വിവര സാങ്കേതിക വിദ്യയിൽ ശോഭിക്കും. സാമ്പത്തികമായി മോശം ആയിരിക്കില്ല. ധനസ്ഥിതി സന്തോഷിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉന്മേഷം കുറയും. ആഘോഷങ്ങൾക്ക് വേണ്ട ഒരുക്കം നടത്തും. വസ്തുവിൽ നിന്നും ചെറിയ ആദായമെങ്കിലും വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ബുധനും വ്യാഴവും ദിവസങ്ങൾ കൂടുതൽ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിടിവാശി ഉപേക്ഷിച്ച് പ്രായോഗികമായി ചിന്തിക്കുന്നതാണ്. തെറ്റിദ്ധാരണകൾ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകും. തൊഴിൽ മേഖലയിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. എന്നാൽ അധ്വാനഭാരം വർദ്ധിക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസരാകും. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം കുറയും. രോഗികൾക്ക് ചികിത്സയിലൂടെ ആശ്വാസം ഭവിക്കും. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഷോപ്പിങ്ങിനും വിനോദത്തിനും അവസരം ഉണ്ടാകും. ഇഷ്ട ഭക്ഷണവും മതിയായ വിശ്രമവും ലഭിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും ആദായമുണ്ടാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രൻ ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന വാരമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ശുഭകാര്യങ്ങൾ തുടങ്ങാൻ സന്ദർഭം വന്നെത്തും. ഔദ്യോഗികമായി ചെറിയ പിരിമുറുക്കങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിലും സുതാര്യമായ പ്രവർത്തനശൈലി ഗുണകരമാകും. പ്രണയികൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. സന്താനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കും. ഇഷ്ടമുള്ളവരുമായി ഒത്തുചേരുവാൻ കഴിയുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾക്ക് കൂടിയാലോചന നടത്തും. വാരം മധ്യ ദിവസങ്ങൾ സമ്മിശ്രമായിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് പ്രതിഫലം കിട്ടുന്ന ചില താൽക്കാലിക അവസരങ്ങൾ പ്രതീക്ഷിക്കാം. പ്രശ്നങ്ങൾക്ക് വേഗം പരിഹാരം കണ്ടെത്തും. ബന്ധുവിനെയോ സുഹൃത്തിനെയോ സാമ്പത്തികമായി സഹായിക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ സാമ്പത്തികം ഉയരുന്നതാണ്. അന്യനാട്ടിലുള്ളവർ ആഘോഷങ്ങളുടെ ഭാഗമായി ജന്മനാട്ടിലേക്ക് മടങ്ങും. കുടുംബകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെറിയ പ്രയത്നങ്ങൾക്കും നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ അധികാരം നിലനിർത്തും. സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ ആദായം വർദ്ധിക്കും. സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും. ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കും. പ്രണയികൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാകും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അല്പം ഉത്കണ്ഠയ്ക്ക് സാധ്യതയുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. ആത്മാർത്ഥതയെ ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. ഏജൻസി കമ്മീഷൻ ഇടപാടുകളിൽ നിന്നും വരുമാനം ഉയരും. സംഘടനയുടെ പ്രതിനിധിയായി ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ്. ദൈവിക കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. രാഹുവിൻ്റെ സ്ഥിതി മൂലം പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായേക്കാം. പ്രണയ അഭ്യർത്ഥനകൾ നിരസിക്കപ്പെടും. ആഡംബരത്തിനായി ധനം ചെലവഴിക്കും. കൂടാതെ പ്രതീക്ഷിക്കാത്ത പല ചെലവുകളും വന്നു ചേരും. ഞായർ തിങ്കൾ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ലഭിക്കും. തൃപ്തികരമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. അധ്വാനഭാരം വർദ്ധിക്കുന്നതല്ല. നിർദ്ദേശങ്ങൾക്ക് പൊതുവെ സ്വീകാര്യത ലഭിക്കും.
വ്യാപാര വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. അന്യനാട്ടിൽ തൊഴിലിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വസിക്കുവാൻ വകയുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുവാൻ കഴിയും. വാഹനം മാറി വാങ്ങുകയോ പുതിയത് വാങ്ങുവാനോ സാധിക്കും. പഴയ ഓർമ്മകളിലെ സഹപാഠികളെ തേടും. പ്രണയം പൂവണിയും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പം സുഖസൗകര്യം കുറഞ്ഞേക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ ഗുണകരമായ പല മാറ്റങ്ങളും വരുന്നതാണ്. പ്രവർത്തന രംഗത്ത് വ്യക്തത ഉണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർ അഭിമുഖങ്ങളിൽ ശോഭിക്കും. അന്യദിക്കിൽ മികച്ച അവസരങ്ങൾ തെളിയും. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നതാണ്. ധനാഗമത്തിലെ മാന്ദ്യം നീങ്ങും. സാഹസികത ഒഴിവാക്കേണ്ടതാണ്. സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. സല്ലാപത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തും. പിതാവിൻ്റെ പ്രത്യേകമായ പ്രീതി നേടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മേന്മ കുറയും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹപ്രവർത്തകരുടെ ആഴത്തിൽ സ്പർശിക്കാത്ത ചിന്തകളെ തിരുത്തും. പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കും. തെറ്റിദ്ധരിച്ചവരെ അവരുടെ പാട്ടിന് വിടാനും മടിക്കില്ല. ഏഴിലെ ചൊവ്വ പങ്കുകച്ചവടത്തെ ബാധിച്ചേക്കാം. വിഭിന്നമായ നിലപാടുകൾ കുടുംബാന്തരീക്ഷത്തെയും അശാന്തമാക്കാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനം, ഗവേഷണം എന്നീ മേഖലയിൽ മെച്ചമുണ്ടാകും. അന്യദേശത്ത് കഴിയുന്നവരിൽ നിന്നും ശുഭസന്ദേശം ലഭിക്കും. സഹിഷ്ണുത അനിവാര്യമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും എത്തുവാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകും. അതോടൊപ്പം ആർജവും പ്രവർത്തനങ്ങളിൽ പ്രകടമാകും. നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ സഹപ്രവർത്തകർക്ക് വ്യക്തമാക്കി കൊടുക്കും. സംരംഭങ്ങൾക്ക് ലോൺ ലഭ്യമാക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ശോഭിക്കും. പുതിയ തലമുറയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നതാണ്. രോഗികൾക്ക് ചികിത്സ ഫലവത്താകും. സാമൂഹിക കാര്യങ്ങളിൽ മുഴുകുന്നതാണ്. പ്രണയികൾക്കിടയിൽ പരസ്പര വിശ്വാസം കുറയും. പണച്ചെലവ് വർദ്ധിക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അധ്വാനം വർദ്ധിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിക്കും. പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സാവകാശം തേടുന്നതാണ്. സജ്ജനങ്ങളുടെ ഉപദേശം വഴികാട്ടിയാകും. ആശയവിനിമയത്തിൽ വ്യക്തതകൾ വന്നേക്കും. കിട്ടാക്കടങ്ങൾ ഭാഗികമായി ലഭിക്കുന്നതാണ്. രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലംമാറ്റം കാര്യത്തിൽ ആശാവഹമായ സ്ഥിതി പ്രതീക്ഷിക്കാം. വിരമിച്ചവർക്ക് താൽക്കാലികമായ അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രൻ ബലഹാനി ഉള്ളതിനാൽ അശാന്തിയും മനോക്ഷോഭവും ഉണ്ടാകും. വാക്കുകൾ പരുഷമാകും. തൊഴിൽ മേഖല ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചെറിയ നേട്ടങ്ങൾക്കും കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ നീട്ടിവയ്ക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. ബന്ധുക്കളെ സഹായിക്കും. പൊതുരംഗത്തും സമാജങ്ങളിലും ശോഭിക്കും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും. വിമർശനങ്ങളെ പ്രതിരോധിക്കും. മേലുദ്യോഗസ്ഥർക്ക് തൃപ്തികരമായ വിശദീകരണം നൽകുന്നതാണ്. ദീർഘവീക്ഷണം വിജയത്തിൻ്റെ ഘടകമാകും. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമം ഉണ്ടാകും. വ്യാപാര വ്യവസായ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ലോൺ അപേക്ഷ വേഗത്തിൽ പരിഗണിക്കും. സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ കുടുംബത്തിൽ തീരുമാനമാകും. ലഘുയാത്രകൾ ഉണ്ടാകും. തീർത്ഥാടനം മാനസിക പിരിമുറുക്കം ഒഴിവാക്കും.
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദർശത്തിൽ വെള്ളം ചേർക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ചില നിഴൽ യുദ്ധങ്ങൾ നടത്തും. അനാവശ്യമായ പിടിവാശി കാട്ടുകയും അതുമൂലം കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം കുറയുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പദവികളോട് നീതി പുലർത്താൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ശോഭിക്കും. എത്ര ശ്രമിച്ചാലും പണച്ചെലവ് കുറയില്ല. സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. പ്രണയാനുഭവങ്ങൾ സന്തോഷിപ്പിക്കും. ദൈവിക സമർപ്പണങ്ങൾ സാധ്യമാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾക്ക് ദിശാബോധവും നവോന്മേഷവും കൈവരുന്നതാണ്. മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കും. ദൗത്യങ്ങൾ വിജയകരമാകും. ന്യായമായ ആവശ്യങ്ങൾ തടസ്സപ്പെടില്ല. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. എതിർക്കുന്നവരെ പാടെ അവഗണിക്കും. എന്നാൽ പിന്നീട് അതിൽ പശ്ചാത്തപിച്ചേക്കും. ആഡംബരത്തോട് താല്പര്യം കൂടും. വസ്തുതർക്കത്തിൽ സംയമനം പാലിക്കേണ്ടതാണ്. കുടുംബത്തോടൊപ്പം വിനോദത്തിനും ഷോപ്പിങ്ങിനും അവസരം ഉണ്ടാകും. ഇഷ്ട ഭക്ഷണവും ശരിയായ വിശ്രമവും ലഭിക്കും. ജോലി തേടുന്നവർക്ക് താൽക്കാലിക അവസരം കൈവരുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയും. അവസരോചിതമായി ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും. ഒപ്പമുള്ള ചിലരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ തിരിച്ചറിയുന്നതാണ്. കമ്മീഷൻ ഏജൻസി വ്യാപാരം ലാഭകരമാകും. ചെറുകിട തൊഴിലുകളിൽ പുരോഗതി ഉണ്ടാകും. തുടർ പ്രവർത്തനങ്ങൾ ഉറ്റവരുമായി കൂടിയാലോചിക്കും. ഏഴര ശനി തുടരുന്നതിനാൽ അകാരണമായ മാനസിക സംഘർഷങ്ങൾ അലട്ടിയേക്കും. കിടപ്പ് രോഗികൾക്ക് മരുന്നുകൾ വേണ്ടത്ര ഫലിക്കുന്നില്ലെന്ന് വന്നേക്കാം. വരവിന് അനുസരിച്ച് ചെലവും വർദ്ധിക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചന്ദ്രസഞ്ചാരം സാമാന്യം അനുകൂല രാശികളിൽ ആയതിനാൽ അനായാസമായി ചിലതൊക്കെ നേടുവാൻ കഴിയും. ആഘോഷങ്ങൾക്ക് അനുസരിച്ച് വ്യാപാരത്തിൽ ക്രമീകരണം നടത്തും. സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടാകും. വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം ചെലവാകുകയും ചെയ്യും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ താൽക്കാലികമായ ജോലി ലഭിക്കുന്നതാണ്. ജന്മരാശിയിലെ ശനിയുടെ വക്രഗതിയാൽ ഇടയ്ക്ക് മനംമടുപ്പ് അനുഭവപ്പെടും. യാത്രകളോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ്. ഞായർ വ്യാഴം ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും. ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ മിഥുനം രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം, തുലാം രാശിയിലെ ചിത്തിര, ചോതി, വിശാഖം, കന്നി രാശിയിലെ ഉത്രം, അത്തം, വൃശ്ചികൻ രാശിയിലെ അനിഴം, തൃക്കേട്ട, മകരൻ രാശിയിലെ തിരുവോണം, മീനൻ രാശിയിലെ ഉത്രട്ടാതി, രേവതി, ധനു രാശിയിലെ മൂലം, പൂരാടം എന്നീ നക്ഷത്ര ജാതകർക്കാണ്. ലോട്ടറി ഒരു ചൂതാട്ടമാണ് എന്ന സത്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും ആവശ്യം ആണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായം രേഖപ്പെടുത്തുക.